ഹലോ. ഞാനേ ആദ്യം തന്നെ പറയാൻ വന്ന കാര്യം പറയട്ടെ കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഒരു ചിറ്റാറ്റൊക്കെ നല്ലതല്ലേ. എൻ്റെ കണ്ണാടി എടുത്തതാണ്, ഞാൻ കണ്ണാടി വെച്ചിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി എടുത്തപ്പോഴും നോക്കിയപ്പോൾ അല്ലേ ഒന്നും കാണുന്നില്ല വെച്ചിട്ട്. കുറേ മിക്കവാറും ഞാൻ കണ്ണാടി ഉപയോഗിക്കാതെ പറയാൻ നോക്കാറുണ്ട്, വായിക്കാനൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ഒരാൾ ചോദിച്ചു, ചേച്ചി ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമായിരുന്നു എന്തായിരുന്നു പറയാലോ എന്ന് ഓർത്തതിൽ. ഇന്നലത്തെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഷാർലറ്റ് ടിൽബറി എന്നാണ്. ഷാർലറ്റ് ടിൽബറി ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ദുബായിലൊക്കെ ഉണ്ട്, അവിടെ ആമസോണിലൊക്കെ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ അവിടെ ഏതെങ്കിലും മോൾസിലൊക്കെ ഇത് കിട്ടുമെന്ന്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. കൊച്ചിനിലൊക്കെ ലുലു മോളിലൊക്കെ ഉണ്ടോയെന്ന്. ഇതിൻ്റെ പേര് പില്ലോ, അതായത് ബ്രാൻഡ്, ഇത് നമ്പറൊന്നുമല്ല, ആ ബ്രാൻഡ് പറയണം. പിന്നെ പില്ലോ ടോക്ക് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പില്ലോ ടോക്ക് മീഡിയം ബ്ലർ എന്ന് എഴുതിയേക്കണം. മീഡിയം ബ്ലർ എന്ന് പറഞ്ഞാൽ വലിയ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കാത്തതായിരിക്കാം, അതായിരിക്കും ചിലപ്പോൾ. എല്ലാവരുടെയും സ്കിൻ ടോണിന് ചേരില്ല കേട്ടോ. ചിലർക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും നല്ലത്. ഇട്ട് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ. ഇതിൽ കാണുമ്പോൾ ചില സമയത്തൊക്കെ ഞാനുണ്ടല്ലോ ഫിൽറ്ററൊക്കെ ഇടും, അപ്പോൾ ഇത് മാറിപ്പോണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ കളറ്. ഓട്ടോ റീഡേഴ്സ് ഇതെനിക്ക് നല്ലതാണ്, ഇങ്ങനെ ബക്കൊന്നും ഇരിക്കില്ല അതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചുണ്ട് ചുമപ്പിച്ച ഒരു രസം ഉണ്ടാവില്ല കാണാൻ, എനിക്കങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ കണ്ണാടി എടുത്തത് കാരണം ഒരു കഥ പറയാമെന്ന് ഓർത്തു. കണ്ണാടി കഥ. കണ്ണാടിയില്ലേ വെച്ചിട്ട് നമ്മൾ ചില സമയങ്ങളിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കണ്ണാടി എടുത്ത് ഇങ്ങനെ വെക്കും അല്ലേ. അതിനെന്താണെന്നറിയോ, അവിടെ അഴിച്ചെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. പിന്നെ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കവർ കൊണ്ടുപോയിട്ടുണ്ടാവില്ല, കവർ വണ്ടിയിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് തലയിലിരിക്കണമെന്ന് നല്ലത്. അതെടുത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, ബുദ്ധിമുട്ടല്ലേ എന്ന് ഓർത്ത് ഒരു ദിവസം ഞാൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയതാണേ. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, എന്തോ ഇങ്ങനെ വായിച്ചുകൊണ്ടായിരിക്കുമായിരുന്നു. ഓർത്തില്ല ഇത് മൂക്കത്തിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ റീഡിങ് ഗ്ലാസ്സാണ്, ദൂരെ കാഴ്ചയ്ക്കുള്ള ഗ്ലാസ് ഒന്നുമല്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ തലയിൽ വെച്ച് വെച്ച് ശീലമായതുകൊണ്ട് ഇതിനകത്ത് മുഴുവനും എപ്പോഴും എണ്ണയും പിടിക്കും. ഞാനിത് വെച്ചിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ആ റീഡിങ് ഗ്ലാസ്സിൽ വായിക്കാൻ പറ്റും. ബട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണില്ല മര്യാദയ്ക്ക്. ഞാനവിടെ ഒരു അമ്പലത്തിൽ ചോറ്റാനിക്കര അമ്മയെ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിൽക്കുക കേട്ടോ. ഭയങ്കര ഭക്തിപരവേശത്തിൽ നിൽക്കുന്ന സമയത്ത് നേരെ നോക്കിയിട്ട് കാണുന്നില്ല, ഇങ്ങനെ മങ്ങി കണ്ണു. അപ്പോഴാണ് മുഖത്ത് കണ്ണാടി ഇരിക്കണാണ്ട് ഇതെടുത്ത് ഇങ്ങനെ വെച്ചു, ഈ സ്റ്റൈലിലങ്ങ് വെച്ചു. മുടിയും ഒതുങ്ങിയിരിക്കുമല്ലോ. ദൈവമേ, അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ എന്നെ പറയാത്തതൊന്നുമില്ല. എല്ലാവരും പ്രാർത്ഥന നിരന്തരമായിട്ട് അമ്മേ നാരായണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഈ മനുഷ്യനുണ്ടല്ലോ എന്നെ നോക്കിയിട്ട് ഒരു എന്തോ ഒരു ഫാഷനാണെന്നാണ് വിചാരം ഇവർക്കൊക്കെ. ഈ മുടി ഇങ്ങനെ അല്ല, മുടിയല്ല, ഈ കൂളിംഗ് ഗ്ലാസ് എടുത്ത് തലയിൽ വെക്കുക, ഗ്ലാസ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. കൂളിംഗ് ഗ്ലാസ് അല്ലായിരുന്നു, ഇതായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിക്കുക കേട്ടോ. അതേപോലെ എനിക്കവിടെ കോൺസെൻട്രേഷൻ കിട്ടണില്ല, എന്നെയാണല്ലോ പറയണേന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അയാൾ എന്നോട് തന്നെ പറയാണ്, ഫാഷനൊക്കെ പുറത്താകാം കേട്ടോ, കുറച്ച് ബഹുമാനമാകാം ദേവീനേന്ന്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ആ മനുഷ്യനൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സങ്ങോട്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. അയ്യോ, ഞാൻ വേഗം അതെടുത്ത് ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിക്കുകയും ചെയ്തു. മനസ്സ് എപ്പോഴും ആ സെക്യൂരിറ്റിക്കാരൻ പറയണേ അത് കാണിക്കാൻ വേണ്ടി ഇതിൽ വെച്ചാണ്. അപ്പോൾ ഇതിൽ പിന്നെയും എണ്ണയുണ്ടാവും. ഇപ്പോൾ ക്ലീൻ ചെയ്തതാണ്. പറഞ്ഞതിലായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ശ്രദ്ധ മുഴുവനും ആ പറഞ്ഞ കാര്യത്തിലായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്തിനാണല്ലേ ഭക്തി ആയിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അവരുടെ ശ്രദ്ധ കളയാൻ വേണ്ടിയിട്ട്. സെക്യൂരിറ്റി ജോലി ചെയ്യണം, അവർക്ക് ദിവസവും ദേവിയെ കാണാം. നമ്മളൊക്കെ ഇത്ര ദൂരേന്ന് പോയിട്ട് ഒരു ദിവസം ദേവിക്ക് വേണ്ടിയിട്ട് ചെല്ലുന്നതാണ് അല്ലേ. ദേവിയുടെ അടുത്ത് നമ്മൾ ആ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയുണ്ടോ? ഇപ്പോഴും ഞാനും അവിടെ സൗണ്ട് വന്നപ്പോൾ മാറി എന്താണെന്ന് നോക്കി. അപ്പോൾ പറയാൻ വന്ന ഈ കണ്ണാടി ഇങ്ങനെ വെച്ചതുകൊണ്ട് എൻ്റെ ഭക്തിക്ക് കുറവ് വരികയോ ഞാൻ ദേവിയോട് ഒരു ബഹുമാനമില്ല എന്ന് കാണിക്കുകയോ ഒന്നുമില്ല. അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അതെടുത്തോ, വെള്ളം കുറച്ച്. അപ്പോൾ ആ മാറിപ്പോയി, പിന്നെയും ശ്രദ്ധ മാറിപ്പോയി. അപ്പോൾ എന്താ നമ്മളുടെ വസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ രീതികൾ ഒക്കെ നമ്മൾക്കായിരിക്കാം നല്ലതെന്ന് തോന്നുക. കാണുന്നവർ എന്നെ കണ്ടത് ചിലപ്പോൾ ഒരു അഹങ്കാരിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. എൻ്റെ ഈ തലയിൽ ഇതെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ ഭക്തിപ്രാന്തിയാണ് കേട്ടോ. എനിക്കങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫാഷനോ ഒന്നുമില്ല, അങ്ങനെ ഫാഷനൊന്നും വിചാരിക്കില്ല ഞാൻ. എനിക്കപ്പോൾ അവിടുത്തെ ഒരു ഇതേ ഉള്ളൂ, എന്താ ദേവിയെ കാണണം, ദേവിയോട് എൻ്റെ സങ്കടങ്ങൾ പറയണം, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ എന്നെ അറിയില്ലല്ലോ. അദ്ദേഹം എന്നെ അവിടെ നിർത്തി അത്രയും ആളുകൾ എന്നെ ഒന്നൊരു പുച്ഛിച്ചൊരു നോട്ടം നോക്കി.
എല്ലാവർക്കും ഞാൻ അങ്ങനെ ഒരു പച്ചപ്പരിഷ്കാരി അവിടെ ചെന്നേക്കുന്നു എന്നുള്ള മട്ടില്ല. എന്ത് പരിഷ്കാരം, ഇതൊക്കെ ഉള്ളൂ. ഞാനങ്ങനെ ഒരു പരിഷ്കാരിയാണെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ. നിങ്ങൾ കമൻ്റ് അടിക്കുക. അപ്പോൾ ഈ കാര്യം ഇന്നലെ മുതൽ അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു 10 ദിവസം നല്ലപോലെ ഡ്രസ്സ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ വന്നിരിക്കുന്നത് ഇപ്പോൾ. കാരണം നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വരണേ ചേച്ചി എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. 10 ദിവസം ചെയ്യാം അല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സെലിബ്രേഷൻസിനൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. 10 ദിവസം ആകുമ്പോൾ നിങ്ങൾ 10 ദിവസം ചേച്ചി വേറെ 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 ഇട്ടിട്ട് വരും എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും എൻ്റെ ടോക്ക് കേൾക്കാൻ വരട്ടെ. 1000 പേരൊക്കെ കാണുന്നുള്ളൂ. ഇപ്പോൾ എന്താണാവോ, ഇപ്പോൾ കുറവാണ്, എല്ലാവർക്കും ഭയങ്കര ബിസി ആയി കാണുമായിരിക്കും, വ്യൂസ് അധികം കിട്ടുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഉള്ളവർ വന്ന് കാണുന്നുണ്ടല്ലോ. അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സ് തന്നെയാണ്. ഇതിൽ ഞാൻ പലപ്പോഴും ഈ ബ്ലൗസിന് പലതും മാറ്റി ഇടാറില്ലേ. എന്താണെന്നറിയോ? കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇതിങ്ങനെ വളരെ വളരെ പല പ്രാവശ്യവും നമ്മൾ ഈ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി ഇടുമ്പോൾ നമുക്ക് എല്ലാത്തിനും ബ്ലൗസസ് ഉണ്ടാവില്ല. എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തുന്നിക്കാൻ സമയം ഉണ്ടാവില്ല ഇവിടെ നിന്ന് പോയിട്ട്. പിന്നെ നല്ലപോലെ തുന്നിച്ച ബ്ലൗസ് ഇട്ടാലാണ് സാരിക്ക് നല്ലതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ചില മോശം സ്വഭാവമൊക്കെ ഉണ്ട്. ഞാൻ പാരീസിലാണ് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങിയ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറേ ചേച്ചിമാർ പ്രചോദനമായ കഥ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ചൂട്, ഇതിവിടെ AC ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കേൾക്കും സൗണ്ടേ, പിന്നെ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല, ഒന്നും കേൾക്കില്ല, അല്ലെങ്കിലേ സൗണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്ലൗസ് ഇതിൻ്റെ കൂടെ പലതിൻ്റെയും കൂടെ ഇട്ടപ്പോഴും ഒരാൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ഈ ബ്ലൗസ് കണ്ട് മടുത്തു. സഹിക്കുക. കാരണം എന്താണെന്നറിയോ, ഇത് വേറെ ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് ബ്ലൗസ്, അത് പലതിൻ്റെയും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും. ഇത് ചെറുപ്പത്തിലെ അമ്മ പഠിപ്പിച്ചു തന്നാണ്. കാരണം ചില സമയങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും, ഞാൻ പറഞ്ഞു ഞങ്ങളെപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോവുക ഓണം സമയത്താണെന്ന്. എല്ലാ വർഷവും ചിലപ്പോൾ പോയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം അങ്ങനെയാണ് പോവാറ്. അപ്പോൾ അതായത് 1.5 വർഷം എന്ന് പറയില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മ എന്ത് ചെയ്യുന്നറിയോ, അമ്മയുടെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വെച്ചേക്കണം ഒരു കൂടെയുണ്ട്, ഒരു പച്ച കൂടെയുണ്ട്, പിന്നെ മോൻ്റെ അനിയൻ്റെ വന്ന് വേറൊരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് അമ്മ ഈ ഓണത്തിന് പറ്റുന്ന ഡ്രസ്സ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ട് തരും. ഇത് ഇന്നിട്ടോ, ഈ പ്രാവശ്യം ഇതിടും എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാവോ, നമ്മളുടെ പേഴ്സും ഖനവും നമ്മുടെ സാമ്പത്തികം അനുസരിച്ചായിരിക്കണം നമ്മൾ സാധനങ്ങൾ മേടിച്ചു കൂട്ടേണ്ടതെന്ന്. മിക്സ് ആൻഡ് മാച്ചും ചെയ്യാമെന്ന്. ഇത് തന്നെ ഞാൻ മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വാങ്ങിക്കാറില്ല. സെറ്റ് മുണ്ടുകൾ ചിലപ്പോൾ അമ്മയൊക്കെ തന്നിട്ടുണ്ടാവും, 1 2 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൗസുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആരും ഇടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് അയ്യോ നിങ്ങൾക്കൊന്ന് മാച്ചിങ് ആയിട്ട് ഇട്ടുകൂടാ അയ്യോ എന്നൊക്കെ അവിടെ ഉള്ളവർ അപ്പം പറയുമായിരുന്നു. പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെ ഫാഷനബിൾ എന്ന് പറഞ്ഞില്ലേ, ഫാഷൻ്റെ പുറകിലല്ല കേട്ടോ ഞാൻ പോയിരുന്നത്, കൺവീനിയൻസിൻ്റെ പുറകിലാണ്. കൺവീനിയൻസിൻ്റെ പുറകിലും നമ്മുടെ പേഴ്സിൻ്റെ ഖനവും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരു പ്രാവശ്യം ഞാനൊരു വിവാഹത്തിന് അറ്റൻഡ് ചെയ്യാൻ പോയി. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഓക്കെ റെപ്പിറ്റേഷൻ ആണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് പുതിയ കഥയായിരിക്കും. എൻ്റെ ഒരു കസിൻ്റെ വിവാഹമായിരുന്നു. അതിന് പോയപ്പോൾ എത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൽ ഒതുങ്ങിയാണ് ഞാൻ ഈ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒരു 300-350 രൂപ എന്നൊക്കെ പറയണ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഞാൻ അതിലൊതുങ്ങിയ എന്നാൽ നല്ല ഭംഗിയുള്ള കോട്ടൺ സാരിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പട്ടിൻ്റെ സാരിക്ക് അന്ന് 2500 രൂപ വിലയുള്ള സമയത്താണ് ഞാൻ ഈ 150-ൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള ബംഗാൾ കോട്ടനൊക്കെ കിട്ടും മദ്രാസിൽ. അങ്ങനെ മേടിച്ചിട്ട് ഞാനൊരു കല്യാണത്തിന് എടുത്തുകൊണ്ട് പോയി കേട്ടോ. ഇറ്റ് വാസ് വെരി എലിഗൻറ്റ്. ഇതും ഞാൻ അവിടെ ഒരു ചേച്ചിയെ കണ്ട് പഠിച്ചാണ്. ആ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ പട്ടിൻ്റെ സാരിയൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്നില്ലെങ്കിൽ അത്രയും ഗ്രാൻഡായിട്ട് ഇങ്ങനെ കല്യാണങ്ങൾ വരണം ഉടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ അതുപോലെ പോകണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് യൂസ് ആവുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ പുതിയത് നമുക്ക് മേടിച്ച് വെച്ചാൽ യൂസ് ആകുന്നത് ഡെയിലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുകയും വേണം. എന്നാൽ പുത്തനായിട്ട് ഉടുക്കുമ്പോൾ അത് നന്നായിരിക്കുകയും ചെയ്യുന്ന ഒരു ചേച്ചി അവിടെ, റീന ചേച്ചി എന്നാണ് ആ ചേച്ചിയുടെ പേര് കേട്ടോ. വല്യമ്മയുടെ വീട്ടിൽ അവർ അങ്ങനെ പുതിയ വീടുകൾ പണിതിട്ട സമയത്ത് EMI അടയ്ക്കാൻ വേണ്ടിയിട്ട്
റെൻറ്റിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ചേച്ചിയാണ്. നല്ല വീടാണ് കേട്ടോ, 3 BHKയുടെ നല്ല വീട് എറണാകുളത്ത്. അപ്പോൾ അതിൽ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചേച്ചി ഇതുപോലെ ഇങ്ങനെ ഞാനിരുന്ന് സംസാരിക്കും. പുള്ളിക്കാരത്തി സെൻറ്റ് റിസാസിൽ MCOM ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കല്യാണം കഴിച്ച് വന്നതാണ് അവിടെ. അയാളുടെ എവിടെയാണോ അവരൊക്കെ ഇപ്പോൾ കെൽട്രോണിലായിരുന്നു ജോലി എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ അവരെങ്ങനെയായിരുന്നു ഡ്രസ്സ് ചെയ്യണത്, നല്ല എലിഗൻ്റാണ് കാണാനായിട്ട്. അപ്പോൾ അവരിങ്ങനെ പറയും നമ്മുടെ കയ്യിലുള്ള വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് പ്രാവർത്തികമാക്കി എപ്പോൾ എനിക്കിതിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ. പക്ഷേ ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെന്നിട്ട് ഒരാൾ, ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നോട് പറയാണ്, ഷോ നാണക്കേട്, എങ്ങനെയാണോ ഒരു കല്യാണത്തിന് ഡ്രസ്സ് ചെയ്ത് വരുന്നത്, ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്താൽ മതിയോ, കല്യാണങ്ങൾക്കൊക്കെ കാഞ്ചീപുരം സാരികൾ തന്നെ ഇടണ്ടേ, അങ്ങനെ ഉണ്ടോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു നിയമവും ഇല്ല. അത് കല്യാണ പെണ്ണിനാണ് നിയമം. അതായത് ആ കല്യാണ പെണ്ണ് തിളങ്ങി നിൽക്കട്ടെ. കല്യാണ പെണ്ണല്ലേ അന്നത്തെ താരം. എന്തിനാ നമ്മളെല്ലാവരും ഒരുപാട് ഡ്രസ്സ് ചെയ്ത് പോകണം, വേണ്ടെന്നല്ല കേട്ടോ, ഞാൻ പോകാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ അന്ന് നമുക്ക് പണമില്ലാതിരുന്ന സമയത്ത് അതനുസരിച്ച് ഒരുങ്ങിയെന്ന് കരുതി കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റാത്തവർ അതനുസരിച്ച് ഒരുങ്ങിയാൽ മതി. നിങ്ങളതിന് വേണ്ടിയിട്ടൊന്നും ഇന്ന് കാലം മാറി, എല്ലാവർക്കും പണമായെന്ന് വെച്ചോളൂ. എന്നാലും ഓവർ ഡ്രസ്ഡ് ആവരുത് ഒരു കല്യാണത്തിന്. ഇതാണ് പറയാൻ വന്നത്. വളച്ച് കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതായത് ഒരു കല്യാണം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ദിവസമാണ്. അതിൽ കണ്ടിട്ടില്ലേ, അതിനകത്ത് ഏതാ പെണ്ണെന്ന് മനസ്സിലാവൂല. ഇപ്പോൾ കൂടുതൽ ആഭരണങ്ങൾ ഇടാതെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് ഏത് പെൺകുട്ടിയെന്ന് മനസ്സിലാവില്ല, ഏതാ അമ്മായി ഏതാ അമ്മാവൻ, നാത്തൂൻ ഏതാണ് ഒന്നും പിടികിട്ടില്ല. കാരണം ഓൾ ആർ ഡ്രസ്ഡ് ഇൻ ദ സെയിം പാറ്റേൺ. അവരെല്ലാവരും ലൈം ലൈറ്റിൽ നിൽക്കുന്ന പോലെ ഒരിത്തിരി കുറഞ്ഞു നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ആ ലൈം ലൈറ്റ് ഒന്ന് പോകട്ടെ. പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിച്ചോളാം, എൻ്റെ അഭിപ്രായമല്ലേ. അപ്പം ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നവർ കേട്ടോളൂ. പിന്നെ ചിലപ്പോൾ അവർ പറയും ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ചെയ്യാനുള്ള സമയമല്ലേ, വേണം. പക്ഷേ എന്ന് കരുതി അതേപോലെ ഈ യൂണിഫോമായിട്ട് എന്തിനാണെന്നേ കളേഴ്സൊക്കെ മേടിച്ച് പലരും പലരുടെ പലതരത്തിലുള്ള കളറുകൾ ഇടൂ. ചില കുട്ടികൾക്ക് ആ കളർ ടോൺ ചേരുണ്ടാവില്ല, ഇഷ്ടമുണ്ടാവില്ല, എന്നാലും നിർബന്ധിതരാകുകയാണ് ഇടാൻ വേണ്ടിയിട്ട്, ഫ്ലവർ ഗേൾസും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കളർഫുള്ളായിട്ടുള്ള ഒരു പാലറ്റല്ലേ നല്ലത്. പല പല എന്താ പറയുക കളേഴ്സ് കൂടുമ്പോൾ ഇനിയും രസമല്ലേ. പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ, ബട്ട് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് പറയണമല്ലോ. ദാറ്റ് ഈസ് വൈ ഐ എം ടെല്ലിങ്. ഒരു കല്യാണത്തിൻ്റെ റീല് കണ്ടു ഇന്ന് കേട്ടോ. ഡ്രസ്സിങ്ങിൽ നിന്ന് കല്യാണത്തിലേക്ക് വന്ന എന്താണെന്ന് വെച്ചാൽ, ആ കല്യാണത്തിന് അവർ പട്ടന്മാരില്ലേ ആ രീതിയിലാണ്, ബ്രാഹ്മണ സമുദായമാണ്. അപ്പോൾ അവർ വിവാഹം കഴിച്ചത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ. അവർ പുരോഹിതനെ ഒന്നും വിളിക്കാതെ അവരുടെ ഒരു മുതിർന്ന ഒരു അപ്പൂപ്പന് അറിയാവുന്ന ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തിട്ട് അവരുടെ ചടങ്ങുകളെല്ലാം ഉണ്ട്, കുറേ മാലകൾ മാറ്റലൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ വീട്ടിൽ 35 പേരേ ഉള്ളൂ ആ വിവാഹം. എന്ത് മനോഹരമായിട്ടുള്ള ചടങ്ങ്, നല്ല വൈബ്രേഷൻ. അമ്മയും അവരെല്ലാവരും കൂടെ കുക്ക് ചെയ്തിട്ട് അവർ തന്നെ എല്ലാം ചെയ്ത് അങ്ങനെ ഒരു കല്യാണം. പക്ഷെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല മനോഹരമായിട്ട് പോക്കറ്റിൽ ഒതുങ്ങുന്ന പോലെ. എന്നാൽ മറ്റേ മടിസാറൊക്കെ ഉടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പട്ടിൻ്റെ മടിസാറൊക്കെ ഉടുത്തിട്ട്, മടിസാറെന്ന് അറിയാലോ അല്ലേ, അങ്ങനെ ഉടുക്കൂലേ, ചുറ്റിയിട്ട് അങ്ങനെ ഉടുത്തിട്ട് കല്യാണം. എന്ത് രസമാണ് അത് കാണാൻ, തന്നെ ഒരു ഭംഗിയുമുണ്ട്, അതിനൊരു പ്രത്യേക വൈബും തോന്നി. നമുക്കതൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കൊക്കെ അറിയില്ല, എൻ്റെ മകൾ കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. കഴിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, എനിക്കത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വിവാഹത്തിന് എനിക്ക് പ്രത്യേകമായ ഇഷ്ടങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അതെല്ലാം അച്ഛനമ്മയും നടത്തി തന്നു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ടായിരുന്നു വിവാഹം, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ കാണിച്ചിട്ടില്ലേ, വീടിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇത് മേടിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കല്യാണത്തിന് വരുമ്പോൾ അവർ അതിൻ്റേതായ രീതിയിൽ ഡ്രസ്സ് ചെയ്തില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം മാറരുത് കേട്ടോ. അവർക്ക് അവരുടേതായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും. എല്ലാവർക്കും ഈ നേരത്തെ പറഞ്ഞ ആ വ്യക്തി പറഞ്ഞ പോലെയുള്ള പട്ടുസാരി ഉടുത്തിട്ട് കല്യാണത്തിന് പോകാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ ആകെ 1, 2, 3 ആ സമയത്തുള്ളൂ. ഒന്നെൻ്റെ കല്യാണ സാരി, ഒന്നെൻ്റെ നിശ്ചയത്തിന് അമ്മ മേടിച്ചു തന്ന സാരി, 2 അരവിന്ദ് പിന്നെ നമ്മൾ മേടിക്കുമല്ലോ, ഫസ്റ്റ് സാരി, സെക്കൻഡ് സാരി എന്നൊക്കെ പറഞ്ഞു. അത്രയും സാരീസ് എൻ്റെ കയ്യിൽ പട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഓണക്കാലത്ത് എല്ലാവർക്കും ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ, പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് വരെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ഓണത്തിന് വാങ്ങിക്കാം.
കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചതുണ്ടാവുമല്ലോ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ ഓണത്തിന് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അമ്പലത്തിൽ പോകാൻ മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനെ അട്ടിക്ക് വരും. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ അമ്മയ്ക്ക് എടുത്തു കൊടുക്കും. അമ്മ എപ്പോഴും അമ്പലത്തിൽ അത് കൊടുത്തിട്ടാണ് പോവുക. അമ്മയ്ക്ക് സെറ്റും കൊണ്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അതെല്ലാം അമ്മ എടുത്തോളും. അമ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ അത് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് തിരിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതൊക്കെ ചുരുട്ടി കൂട്ടി വെക്കും, അങ്ങനെയൊക്കെയാണ്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ശ്രദ്ധ അതിനകത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് മതിയാവുമ്പോഴാണ് ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ എടുത്തോന്ന് പറയും. പിന്നെ അമ്മ നീ എൻ്റെ പുറകിലെടുക്കരുത്, അമ്മ എല്ലാവരോടും പറയും, ഓ ഈ കൊച്ചിൻ്റെ സാധനം വല്ലതും എടുത്തു കഴിഞ്ഞാൽ പുറകെ നിന്ന് എടുക്കും, അമ്മ അവിടെ ഇരിക്കരുത്, അമ്മ ഇവിടെ ഇരിക്കില്ല അമ്മ, അങ്ങനെ പറയുമായിരുന്നു. കാരണം ഞാനിത് വളരെ സൂക്ഷിക്കുന്ന ആളാണ്. പഴയത് മുതൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ച സാധനങ്ങളെല്ലാം വളരെ നന്നായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയധികം ഡ്രസ്സുകൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇട്ടിട്ട് വരണം കേട്ടോ. എന്ന് കരുതി എനിക്ക് റീസൈക്കിൾ ചെയ്യാൻ യാതൊരു മടിയില്ല. ഒരു 25 or 30 സാരിയുടെ കൂടി ഞാൻ ഈ ബ്ലൗസ് കണ്ട് മടുത്തു എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയാനാട്ടോ. സാരി മാറ്റി മാറ്റി ഇടുമ്പോൾ ഒരു പ്രത്യേകത വന്നില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ചിറ്റാറ്റായിപ്പോയി. ചിറ്റാറ്റും വേണമെന്ന് ഇടയ്ക്ക് ഞാൻ വിചാരിച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പം കണ്ണാടി എടുത്ത് തലയിൽ വെക്കുന്നവർ ഒന്ന് ആലോചിച്ചോളൂ. ആളുകൾ നമ്മളെ അഹങ്കാരിയും എന്താണ് നേരത്തെ പറഞ്ഞ വലിയ ഫാഷൻ ഭ്രമക്കാരിയും ഒക്കെ ആയിട്ട് പരിഷ്കാരിയും ഒക്കെ ആയിട്ട് മുദ്ര കുത്തിയേക്കാം. അതൊന്നും സാരമില്ലെന്നേ, ഇരുന്നോട്ടെ. നമുക്കൊരു നമ്മുടെ കിരീടത്തിൽ ഒരു പൊന്തൂല് കൂടി ഇരുന്നോട്ടെ അല്ലേ? അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലേ, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ ഐ എം വൈൻഡിങ് ഓഫ് ഫോർ ടുഡേ. നാളെ വരാം. ഇന്ന് അത്തം ചിത്തിര, എല്ലാവരും പൂക്കളൊക്കെ ഇടുന്നുണ്ടോ അല്ലേ? അച്ഛൻ ഇന്ന് രാവിലെ ഇട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഇട്ടിരുന്നു അച്ഛൻ. ഇന്ന് മഴയായിരുന്നു അവിടെ, ഒക്കൽ പ്രദേശങ്ങളിലൊക്കെ മഴയായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഇട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ. ഞങ്ങൾക്കത് വളരെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. മണ്ണ് കുഴച്ചിട്ട് ഞങ്ങൾ ഇതുണ്ടാക്കുമായിരുന്നു, തറയുണ്ടാക്കുമായിരുന്നു. അച്ഛനും ഞാനും ആനിയനും കൂടി ഇരുന്നിട്ട്. എന്നിട്ട് തറയൊക്കെ മെഴുകി ചാണകം എടുത്ത് മെഴുകും. വല്യമ്മച്ചി, അച്ഛൻ്റെ അമ്മയാണ് ആദ്യം ചെയ്യാറ്. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും മുറ്റടിക്കാൻ വന്നവർ മെഴുകിയിട്ടേക്കും. പിന്നീട് ഞാനും ചെയ്യാറുണ്ട്. എനിക്കത് ചെയ്താൽ നല്ലതാണെന്നൊക്കെ വനിതയിൽ വായിച്ചിരുന്നു. അപ്പം ഞാനെടുത്ത് വനിത വാങ്ങിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ച ആളോട്, ലുലുവിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇവിടെ അബുദാബിയിൽ ലുലുവിൽ കിട്ടും. അവിടെ ബുക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടാവും. മാസത്തെ ആദ്യം തന്നെ ഉണ്ടാകും. 8 ദിർഹംസാണ് കേട്ടോ വില. അപ്പം നമ്മുടെ നാട്ടിൽ വനിതയ്ക്ക് എത്രയാണ്? 40 രൂപയല്ലേ? ഇവിടെ 8 ദിർഹംസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വില കൂടുതലാണ്. 200 രൂപയുടെ അടുത്ത് വരും. 8 ദിർഹംസ് 175 വരും. 150 രൂപയോളം കേട്ടോ ഒരു വനിത മേടിക്കണേന്. പെട്ടെന്ന് കാലിയാവുകയും ചെയ്യും. എല്ലാവരും മേടിക്കുന്നുണ്ട്. ഗൃഹലക്ഷ്മി, വനിതാ സമ്പാദ്യമൊക്കെ വരുന്നുണ്ട് അവിടെ. പിന്നെ മലയാളം പേപ്പേഴ്സും വരും. കുറച്ച് ഉച്ച കഴിഞ്ഞ് പോയാലാണ് ഇപ്പോഴും ഉണ്ടാവാറ് കേട്ടോ. പോയി നോക്കൂ. ദുബായിലും ഉണ്ടാവും, ലുലുവിലുണ്ടാവും. ദുബായിലിരിക്കുന്നവരാ ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ തറ മെഴുകിയിട്ടില്ലേ, അതിനകത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ കൈ ശുദ്ധീകരിക്കും ചാണകത്തിൽ മുക്കിയ എന്ന് പറഞ്ഞപ്പോൾ നല്ലതാണ്, നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ 10 ദിവസം പിന്നെ ഞാനതൊരു വ്രതമായിട്ടെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ എണീറ്റ് ഞാൻ മുറ്റടിച്ചിട്ട് ചാണകം എടുത്തിട്ട്, ചാണകം അങ്ങനെ ഒരു കൊട്ടയിൽ ആരെങ്കിലും കൊണ്ടു വെച്ചിട്ടുണ്ടാവും. ഞാൻ പറയും അത് ഞാൻ കലക്കിയൊക്കെ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എഫേർട്ട് എടുക്കുമായിരുന്നു. എന്നിട്ട് കലക്കിയിട്ട് വെക്കും. എന്നിട്ട് ഒരു നടുക്ക് ഒരു ചെറിയ തുളസി കതിര് വെക്കും. 2-3 തുമ്പപ്പൂവൊക്കെ ഉള്ളെങ്കിൽ അത് ആദ്യം ഇടും. പിന്നെയാണ് നമ്മളുടെ ഈ പൂക്കളം. മദ്രാസിൽ പൂക്കളം ഇടുന്നത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഒരു പൈസ കൊടുത്ത് പൂ മേടിക്കില്ല. ഇന്നത്തെ പൂക്കളൊന്നും അല്ല. ഇപ്പോൾ ഈ 2017 പൂക്കളമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനത് ഷോർട്ട് സൈഡ് ഇടാം കേട്ടോ. അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക്. എല്ലാവരുടെയും മുറ്റത്ത് ഇഷ്ടം പോലെ പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ചെറിയ പാച്ച് ഓഫ് ലാൻഡ് ഉണ്ട് അവിടെ. എല്ലാം ഈ പഴയ പൂക്കളൊക്കെ ഉണ്ട്. ചെമ്പരത്തി ഉണ്ട്, തെച്ചിയുണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു, ഒരു വയലറ്റ് കളറിലെ പൂവില്ലേ, ശംഖുപുഷ്പം, പിന്നെ കുങ്ങിണിന്ന് നമ്മൾ പറയണ ഒരിത് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയും, പൂക്കൾ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഈ വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചേര്, ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് കളവിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ ഞാൻ 10 ദിവസവും ചെയ്യുമായിരുന്നു അവിടെ. ഒന്നും പൈസ കൊടുത്ത് മേടിച്ചതില്ല. അവിടെയുള്ള എൻ്റെ കൂട്ടുകാരികളെല്ലാവരും രാവിലെ കുട്ടികളെ വിടാൻ പോകുമ്പോഴൊക്കെ ആരെങ്കിലും അവിടെ കൊണ്ടുവന്ന ഒരു കവറിൽ, അവിടെ പാലിടുന്ന ഒരു ഇത് ഞാൻ തൂക്കി വെച്ചിട്ടുണ്ട്. ഒരു കൂട എന്നാണ് അവിടെ പറയണത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല കളറുള്ള, അതിനകത്ത് കൊണ്ടുവന്നിടും. ഇതായിരുന്നു എൻ്റെ മദ്രാസിലെ പൂക്കാലം. എനിക്ക് അങ്ങനെയാണ്. എനിക്ക്
ഇൻഡിജിനിയസ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇഷ്ടം തോന്നും. ഇപ്പം ഞാൻ ഓരോരോ പൂക്കളൊക്കെ ഞാൻ ഒരു മാലയായിട്ട് കോർത്ത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഈ 10 ദിവസത്തിനുള്ള ഒരു ദിവസം ചെയ്യാം. ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാൻ പോയ ഞാൻ പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഓക്കെ ദെൻ.